ഷൈബി സതീഷ് MLA ടെലിഫോൺ ചേരുന്നു. ഷൈബി സതീഷ്, ഇവിടെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ ഒരു 8-9 മിനിറ്റെങ്കിലും അങ്ങേയറ്റം ശ്വാസതടസ്സമുള്ള ഒരു മനുഷ്യൻ ഒരു ചികിത്സയും കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് ഷൈബി സതീഷ്? 19-ാം തീയതിയാണ് ഈ മരണം നടക്കുന്നത്. അന്ന് ഞങ്ങളെല്ലാം ചടങ്ങുകളിൽ സംബന്ധിച്ചതാണ്. ഇന്നലെയാണ് ഈ പ്രശ്നം, ഇങ്ങനെയൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇന്ന് ഉച്ചയോടുകൂടി ഒരു വിവരം കിട്ടും. അതിനുശേഷം പ്രതികരിക്കുന്നതാവും വിധം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് ഈ ദൃശ്യങ്ങളൊന്ന് കാണണം ഷൈബി സതീഷ്. കാര്യം ഞാൻ യാത്രയിലാണ്. ഞാൻ നോക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഒരു മനുഷ്യന് ശ്വാസം മുട്ടെന്ന് പറയുന്നത് പരമാവധി വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ശ്വാസം മുട്ടി വരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ചികിത്സ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്പ് ചികിത്സ തേടിയിട്ടുണ്ടോ, എന്താണ് പ്രശ്നം എന്ന് വിശദമായി പരിശോധിക്കണം. ഈ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ബന്ധപ്പെടലുകൾ നടന്നിരുന്നു. അപ്പോൾ അത് കഴിയുമായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി വിവരം കിട്ടും. കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. തീർച്ചയായും എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ നടപടി അടക്കം ആലോചിക്കില്ലേ ഷൈബി സതീഷ്? അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യില്ലേ? കർശനമായ നടപടി ഉണ്ടാവും. ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയില്ല. നന്ദി. ഷൈബി സതീഷ് MLA ആണ് പ്രതികരിച്ചത്. മേഘന മുരളി തുടരുന്നു. മേഘന, ഇതിൽ എന്താണ്, രോഗിയുടെ നില മോശമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്ന് ആശുപത്രി അധികൃതർ പറയുകയാണ്. അവിടെ കൊടുക്കേണ്ട ചികിത്സ കൃത്യമായി കൊടുക്കാതെ അവിടെ ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു രോഗിക്ക് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പയ്യനാണ്, ചെറിയ പയ്യനാണ്. ആ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ മുഴുവൻ മുടക്കിയിട്ട് രോഗിയുടെ നില മോശമായി എന്ന് ആശുപത്രി പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക മേഘന? തീർച്ചയായും ഹാഷ്മി, ബിസ്മിറിന് പ്രായം 37 സ്വിഗ്ഗി ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് നേരത്തെ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗമുള്ള ആളല്ല എന്നുള്ളതാണ് ഭാര്യ പറയുന്നത്. അന്ന് ജനുവരി 19 പുലർച്ചെയാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഈ ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രി എന്ന നിലയിലാണ് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1:28 ഈ ദൃശ്യം തുടങ്ങുന്നത്. അതിനുശേഷം 1:33 ആകുമ്പോഴും അവിടെ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറും നഴ്സും വേണ്ട ആശുപത്രിയിൽ ഒരു മനുഷ്യനും അവർക്ക് സഹായമായി എത്തിയിട്ടില്ല. അതിൽ ഇന്നലെ ഭാര്യയുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. അതിൽ ഭാര്യ പറയുന്നത്, ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു, എന്നെ രക്ഷിക്കൂ, ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിച്ചു. അതുപോലെ തന്നെ ബിസ്മിറും നിലവിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ബിസ്മിറും ആ ആശുപത്രി വരാന്തയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാര്യ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. ഇത്രയും സമയം ആരും അവിടെ സഹായത്തിന് എത്തിയില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഈ ആശുപത്രി വരാന്തയിൽ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതിനുത്തരവും ഇന്നലെ ഭാര്യ പറഞ്ഞു. കാരണം ഗ്രിൽ തുറന്നു നൽകാൻ തയ്യാറായില്ല. ആശുപത്രി അധികൃതർ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, കിടത്തി ചികിത്സ അടക്കമുള്ള ആശുപത്രിയാണ്, പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഗ്രിൽ തുറന്നു നൽകിയില്ല എന്നുള്ള ഗുരുതര അനാസ്ഥ. ആ അനാസ്ഥ തുടങ്ങുന്നതും അവിടെ തന്നെയാണ്. കാരണം അതിലൊരു വിശദീകരണം ആശുപത്രി സൂപ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്, തെരുവുനായ ശല്യം ഉള്ളതുകൊണ്ട് താക്കോലിട്ട് ഒരു ആശുപത്രിയുടെ പൂട്ടി എന്നുള്ളതാണ്. ആശുപത്രി പൂട്ടി വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഡോക്ടർമാരും നഴ്സും ഒക്കെ അവിടെ ഉറങ്ങുകയായിരുന്നു. ഇവർ കോളിംഗ് ബെല്ലടിച്ചു, നിലവിളിച്ചു, എന്നിട്ടും അവർ കേട്ടില്ല. തിരുവനായുടെ ജീവന്റെ വില പോലും ഒരു മനുഷ്യജീവനില്ല എന്നതിന്റെ നേർസാക്ഷ്യമല്ലേ മേഘന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്? നോക്കൂ, ഇത് ഇപ്പൊ ഹൃദയാഘാതമാണ് പ്രശ്നമെങ്കിൽ ആ സമയത്ത് എന്തൊരു അനുഭവമാണ്. ആ ഭാര്യയുടെ ഒക്കെ അനുഭവം, അവർക്ക് മരിക്കോളം മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളാണ്. ഭർത്താവിന് ജീവൻ രക്ഷിക്കാൻ നിസ്സഹായമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, വാതിലിൽ പോയി മുട്ടുക, അല്ലെങ്കിൽ ഗ്രില്ലിൽ പോയി നിന്ന് വിളിക്കുക, ആരും വരാതിരിക്കുക. അങ്ങനെ കൺമുന്നിൽ ഭർത്താവിൻ്റെ ആരോഗ്യം അങ്ങനെ ക്ഷയിച്ച് പോകുന്നത് കാണേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് എന്തൊരു അവസ്ഥയാണ് മേഖല. തീർച്ചയായും 2 കുഞ്ഞുങ്ങളാണ് ബിസ്മിറിനുള്ളത്. അതുപോലെ തന്നെ ഭാര്യ പറയുന്നത്, എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടമായി. അത് നഷ്ടമാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആശുപത്രി ജീവനക്കാരാണ്. ആ വിലപ്പെട്ട സമയത്ത് ഏതെങ്കിലും തരത്തിൽ CPR ഓക്സിജനോ അല്ലെങ്കിൽ ശ്വാസമുട്ടുമായി വരുന്ന ഒരു രോഗിക്ക് നെബുലൈസേഷൻ എങ്കിലും നൽകിയിരുന്നുവെങ്കിൽ അവിടെ മരണം സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ മരണം സംഭവിക്കേണ്ടത്ര രോഗം ഈ രോഗിക്ക് ഉണ്ടായിരുന്നില്ല, ബിസ്മിറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ ശ്വാസമുട്ടിൽ തുടങ്ങിയതാണ്. പിന്നീട് അടുത്തുള്ള ആശുപത്രി എന്ന നിലയിലാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അതീവ സൗകര്യമുണ്ട് എന്ന് പറയുന്ന, കിടത്തി ചികിത്സയുണ്ട് എന്ന് പറയുന്ന, ആംബുലൻസ് സൗകര്യമുണ്ട് എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ ഒന്ന് ചികിത്സ, ഈ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഭാര്യ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷവും ഈ ഗ്രില്ല് തുറന്നു നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതിനുശേഷം പിന്നീട് ഓക്സിജൻ നൽകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ CPR അല്ലെങ്കിൽ നെബുലൈസേഷനോ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഭാര്യയുടെ പരാതിയായി വരുന്നത്. ഭാര്യ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. പിന്നീട് ഈ ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. ഈ
ആംബുലൻസിൽ ആ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ 20 മിനിറ്റ് മുന്നേ ബിസ്മിർ മരിച്ചു എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ കുടുംബത്തോട് പങ്കുവച്ചത്. അതായത് 20 മിനിറ്റിൽ വിലപ്പെട്ട സമയം പാഴായത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആ വരാന്തയിലാണ്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവ് നായ്ക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും നൽകാതെ ആ വരാന്തയിലെ കസേരയിൽ ഇരുന്ന് തന്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു ബിസ്മിറിന് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ. അതിന്റെ ഏറ്റവും ഭീകരത എന്ന് പറയുന്നത് അതിൽ ഇന്നലെ തന്നെ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറോടക്കം വിശദീകരണങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞത് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അതുകൂടാതെ തെരുവുനായ ശല്യം ഉള്ളതുകൊണ്ടാണ് ഈ ആശുപത്രിയുടെ ഗ്രില്ല് താക്കോലിട്ട് പൂട്ടുന്നത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ചെയ്യേണ്ടത് എവിടെ ചെയ്തു എന്നുള്ളത് ഈ ദൃശ്യങ്ങളാണ് 24 തെളിവായി കാണിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല. ഏറ്റവും ശ്വാസതടസ്സമായി വരുന്ന ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗിക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത്രയും സമയം അവർക്ക് ഈ വരാന്തയിൽ ചെലവായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങളിൽ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇന്നലെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഈ ഭാര്യ അടക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.